The subscriber is currently switched off. റഷീദ് എപ്പോഴെത്തി? ഞാൻ ഇന്നലെ രാവിലെ. റഷീദേ, ഈ എപ്പോഴെത്തി? ഇജ്ജ് വന്ന ഏതായാലും നല്ല സമയത്താ. അതെ, എന്റെ കൂട്ടുകാരൻ മോമാന്റെ കട ഉദ്ഘാടനല്ലേ? മോമാന്റെ കട ഉദ്ഘാടനോ? ആടാ, അപ്പൊ അന്നെ ഓൻ വിളിച്ചില്ലേ? ഇല്ലടാ, ഞാനും അവനക്ക് ഫോൺ ചെയ്യണ്ടേ, പക്ഷെ ഓൻ എടുക്കണ്ടേ? ഓൻ എന്തേലും തിരക്കിലാവൂടാ, അതുകൊണ്ടാവും വിളിക്കാത്തത്. എത്ര തിരക്കാണെങ്കിലും ഓൻ എന്നെ വിളിക്കണ്ടേ അല്ലേ? ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് ഇജ്ജ് ലീവിന് വരുന്ന സമയത്ത് എന്റെ മൂട്ടുന്ന ഒയലില്ലല്ലോ. ഇപ്പൊ അവനക്കൊരു ഗതി ഉണ്ടായപ്പോഴേ പഴയ കൂട്ടുകാരന്മാരൊക്കെ ഓൻ മറന്ന്. ഛേ, അങ്ങനെ ഒന്നും ആവൂലടാ, തിരക്കൊണ്ടാവും. എന്ത് തിരക്കാണെങ്കിലും അന്നെ ഓൻ വിളിച്ചായിരിക്കോ? അതെ വരണ മോമാലി. വാടാ. എവിടുക്കടാ? കേറ് നീ, അതൊക്കെ ഉണ്ട് പറയാ. റഷ്യ ഇറങ്ങടാ. എടാ, എന്റെ കടയാണിത്. ഇത് വരാൻ കാത്തിക്കായിരുന്നു. ഇയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. വാടാ. എന്ത് പറ്റിയടാ? എന്താ മുഖത്തൊരു ടെൻഷൻ? ഒന്നുമില്ലടാ. അങ്ങനല്ലല്ലോ, എൻ്റെ മുഖം കണ്ട എനിക്കറിയില്ലേ. നാട്ടിൽ നിൽക്കാൻ വയ്യടാ, ഒരുപാട് പ്രശ്നങ്ങൾ. ജോലിയാണെങ്കിൽ ശരിയാണില്ല, ഒരു ഗതിയും കിട്ടുന്നില്ല. ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒന്ന് പോയി നോക്കണം, അവിടെ വല്ല ജോലിയും ശരിയാവോ നോക്കാം. ഇജ്ജ് എന്താണ് ഈ പറയണ്ടത്? എൻ്റെ പെരയിൽ പ്രായമായ ഉമ്മയും ബാപ്പയിലുള്ളൂ, പിന്നെ പെണ്ണുങ്ങളും കുട്ടികളും. ഇജ്ജ് ഇത്ര ദൂരെ പണിക്ക് പോയാലും അവരെ കാര്യം എന്താ? അതൊന്നും ഇജ്ജ് ആലോചിക്കണ്ടേ? വേറെ ഞാൻ എന്താടാ ചെയ്യാൻ നാട്ടിൽ? ഇജ്ജ് ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാൻ നോക്കുക. കച്ചവടാ? എന്തെടുത്തിട്ട് കച്ചവടം ചെയ്യാനടാ? നയാ പൈസ ഇല്ലേ കയ്യിൽ? അത് ഞാൻ പറഞ്ഞപ്പോളേ 10,000 റുപ്യാണ് ഇജ്ജിൻ്റെ കയ്യിൽ വെച്ച് തന്നത്. അന്ന് ആ 10,000 റുപ്യ ഇജ്ജ് കയ്യിൽ വെച്ചാൽ എന്നോട് പറഞ്ഞേ, ഇതായിട്ടൊന്നും ആവൂല, ഇതൊന്ന് ശ്രമിക്ക്. അത് ഞാൻ മറക്കൂലടാ. അന്ന് എനിക്ക് തന്നത് നീ വെറും 10,000 റുപ്യ ഇല്ല റഷീദേ, ജീവിക്കാനുള്ള ധൈര്യമായിരുന്നടാ. ഈ കട ഇടാനുള്ള അടിത്തറ നിന്റെ നല്ല മനസ്സായിരുന്നു. അതുകൊണ്ട് ഈ കട ഉദ്ഘാടനം ചെയ്യാനേ നിനക്ക് മാത്രം അവകാശമുള്ളൂ. അന്ന് ഞാൻ അവന് കൊടുത്തത് നിസ്സാരമായൊരു സംഖ്യയായിരിക്കാം, പക്ഷെ അവനത് തകർന്നു പോകാനിരുന്ന മനസ്സിന്റെ ധൈര്യമായിരുന്നു.